എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുമളിയിൽ നടന്ന ഒരു പ്രശ്നത്തെ പറ്റിയാണ് പറഞ്ഞിട്ട്. കുമളി നടന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ട് ഒരുപാട് ഒരു കണ്ടക്ടറുടെ ആത്മഹത്യയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ പോകല്ലേ. അപ്പം ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കുമളിയിൽ രജനീഷ് എന്ന് പറഞ്ഞൊരു 38 വയസ്സ് പ്രായമുള്ളൂ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറായിരുന്ന രജനീഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രണയിച്ച് വിവാഹം കഴിച്ചു ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ അതിനകത്ത് അദ്ദേഹം കാണുമ്പോൾ നിങ്ങൾ ഒരുപാടൊക്കെ ഈ മുഖം കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കുറിയും തൊട്ട് ചിരിച്ച മുഖത്തോട് ഒരു നിഷ്കളങ്കമായ ചിരിയോടുകൂടി ശാന്തമായിട്ടുള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖവും ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ അറിയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകളോണ്ടാണ് അദ്ദേഹം നടക്കുന്നതെന്ന് അറിയുന്നില്ല. അപ്പം ഈ മനുഷ്യൻ ഒരു പെണ്ണിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. അതിലൊരു ആൺകുട്ടി ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർ ഗൾഫിന് പോയി അവിടെ ജോലിക്ക് പോയതാണ്. ജോലിക്ക് പോയി കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അവിടെയുള്ള ഒരുത്തനുമായിട്ട് ഇവർ പ്രണയത്തിലാകുന്നു. അത് കഴിഞ്ഞിട്ട് അവർ അദ്ദേഹത്തെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഒഴിഞ്ഞതിന് ശേഷം അത് അവർ വിവാഹം കഴിച്ചു. ഇതെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളാണ് കേട്ടോ. അപ്പം വിവാഹം കഴിച്ചതിന് ശേഷം അവർ 8 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർ തിരിച്ച് നാട്ടിൽ വന്നിട്ട് അവർക്ക് കുഞ്ഞിനെ അവർക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് നിയമ നടപടികൾക്കായിട്ട് പോയി. അങ്ങനെ നിയമം അവർക്ക് അനുകൂലമായിട്ട് നിന്ന് അങ്ങനെ അവർക്ക് കുട്ടിയെ കിട്ടി. ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു വിഷയത്തിൻ്റെ ആ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞത്. അപ്പം ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അതുപോലെ ഇഷ്ടപ്പെട്ട് കിട്ടിയതുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ബസ്സിലെ കണ്ടക്ടറാണ്. നമുക്കറിയാം നാട്ടിലൊരാൾ ജോലി ചെയ്തിൽ എത്രമാത്രം വരുമാനം കിട്ടുന്നതെന്നൊക്കെ അറിയാം. അതുകൊണ്ടായിരിക്കുമല്ലോ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ കുഞ്ഞിനധികം പ്രായമൊന്നും കാണത്തില്ലല്ലോ. അതിന് ഇദ്ദേഹം നോക്കിയോളാൻ നിർത്തുന്നുണ്ട്. അവരെ വിശ്വാസത്തോടു കൂടി ആയിരിക്കും വിദേശത്തേക്ക് ജോലിക്ക് വിട്ടത്. ഒരുപാട് സ്ത്രീകൾ വിദേശത്ത് അങ്ങനെ പോയി ജോലി ചെയ്ത് അവരെൻ്റെ കുടുംബം നോക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അവരെല്ലാം പോകുന്നവരെല്ലാം ഈ ടൈപ്പാണെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. കുറേ എണ്ണങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ ഈ പിടിച്ച് ചെറുക്കന്മാരുടെ കയ്യിൽ ചെന്ന് പെടുകയും ചെയ്യത്തുള്ളൂ. ഇവൾമാർക്കൊക്കെ ജീവിതത്തിൻ്റെ വില എന്നാണെന്നോ അല്ലെങ്കിൽ ജീവിതം എന്നാണെന്നോ ഒന്നും അറിയത്തില്ല. അടുത്ത ഒരാളെ കണ്ടപ്പം ആ കൊണ്ടുപോയവനെ സമ്മതിക്കണം. വേറൊരുത്തൻ്റെ ഭാര്യയായിട്ട് ഇരിക്കെ തന്നെ അവൻ അവളെ കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം വേറൊരുത്തനെ കാണുമ്പോൾ അവനെ കളഞ്ഞിച്ച് അവൾ പൊക്കോളും. അതിനൊരു സംശയവും വേണ്ട. കാര്യം അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരു പിടിച്ച മനുഷ്യനാണ്. ഒരു പക്ഷേ അവർ പോയതിന് ശേഷം അയാൾ വീണ്ടും ജീവിക്കണം എന്നുള്ള ആ ഒരു ഇത് കിട്ടിയത് ആ കുഞ്ഞ് കൂടെ ഉള്ളത് കൊണ്ടാണ്. അത് നമുക്ക് ഇപ്പോൾ ശരിക്കും മനസ്സിലാകാൻ കാര്യം അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ പാതിയായ ആ കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അതിനുവേണ്ടി ജീവിക്കണം എന്നോർത്തുണ്ട്. പ്രായമായ അപ്പനും അമ്മയായിരുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. അത്രയും ആ കുഞ്ഞിന് വേണ്ടി അദ്ദേഹം ജീവിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ആണ് ഇവർ വന്ന് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. എന്നാണെങ്കിലും നമ്മുടെ നിയമം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സ്ത്രീകൾക്കാണ് കൂടുതലും മുൻഗണന കൊടുക്കുന്നത്. നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്. ഒരു കൊച്ചിനെയും കൊണ്ട് പോയി അവിടെ ഭർത്താവ് മരിച്ചിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാർ പോലും ചോദിച്ചിട്ട് ആ കുഞ്ഞിനെ കൊടുക്കാതെ അവൾ എന്നെ ചെയ്ത് അതിനെ കൊണ്ട് അവൾ വളർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അതിന് എത്രമാത്രം ഉപദ്രവിച്ചു, എന്നെല്ലാം ചെയ്തതിന് ലാസ്റ്റ് അതിനെ കൊന്നു കളയുമല്ലേ ചെയ്തത് എന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺമുന്നിൽ കണ്ടാൽ പോലും ഒരു നിയമത്തിൻ്റെതായിട്ടൊരു കാര്യങ്ങൾ വരുമ്പോൾ കോടതിയാണേലും എന്നതാണേലും അതിൻ്റെ നിയമ നടപടികളോ അല്ലെങ്കിൽ ഈ കുഞ്ഞ് എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആയി, ഇവരെന്തിനാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളോ ഒന്നും അന്വേഷിക്കുകയല്ല. അമ്മ ചോദിച്ച് കുഞ്ഞിനെ കൊടുത്തു. അതാണ് ഇവിടുത്തെ ഒരു നിയമം. ഒരുപക്ഷെ ഇദ്ദേഹം ആ കുഞ്ഞിനോട് ഈ അമ്മയെപ്പറ്റി ഒരു നെഗറ്റീവും പറഞ്ഞായിരിക്കുകയല്ല വളർത്തിക്കൊണ്ട് വന്നത്. അതിൻ്റെ അമ്മ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞായിരിക്കും ഒരുപക്ഷെ ആ കുഞ്ഞിനെ കൊണ്ടു നടന്നത്. ആ കുഞ്ഞിനെ അങ്ങനെ കൊണ്ടു നടന്നുകൊണ്ട് ചിലപ്പം ഇവരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അമ്മയാണ്. അപ്പോൾ കുഞ്ഞിനെ അവരോടൊപ്പം പോകണമെന്ന് വെച്ചാൽ കൊച്ചായിരിക്കുമല്ലോ, എത്ര വയസ്സുണ്ടോ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവരിത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ. അതുപോലുള്ളൊരു കുഞ്ഞിന് അവരെ കണ്ടപ്പം പോകണമെന്ന് തോന്നിക്കാണായിരിക്കും. അമ്മയെപ്പറ്റി നല്ലത് മാത്രമായിരിക്കും അച്ഛൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. പക്ഷേങ്കിൽ ആ ഒരു കുഞ്ഞ് പോയത് അദ്ദേഹത്തിൻ്റെ ശകലം പോലും സഹിക്കാൻ പറ്റിയില്ല. ശകലം പോലും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. ഇദ്ദേഹത്തെ പറ്റി കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണേലും ഞങ്ങൾക്ക് ഇത്ര വർഷം കൊണ്ടറിയാം, 10 വർഷം കൊണ്ടറിയാം, 5 വർഷം കൊണ്ടറിയാം, നല്ല മനുഷ്യനാണ്, നല്ല സ്വഭാവമാണ്, ശാന്തമായ സ്വഭാവമാണ്, ആരുടെ ഒരു പ്രശ്നം, ഇങ്ങനെയുള്ള നല്ല നല്ല കമൻറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് വരുന്നത്. അപ്പം അദ്ദേഹം ഒരു പ്രശ്നക്കാരനല്ലാത്തതാണ് അവൾ പോകാൻ കാര്യം കൈ കിട്ടുന്നത് 2 തല്ലും തൊഴിയൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ അവൾമാരൊക്കെ ഒതുങ്ങി അവിടെ തന്നെ നിൽക്കും. പക്ഷേങ്കിൽ ഇതങ്ങനെയല്ല. ഇദ്ദേഹം പാവമായി പോയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവൾ അടുത്തവനെ കണ്ടപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യുകയില്ല. കൂടി വന്നാൽ എന്തെങ്കിലും ഒരു പിണക്കോ അങ്ങനെ മാത്രമേ വരുള്ളൂ. അതുകൊണ്ടായിരിക്കും മറ്റൊരുത്തിൻ്റെ കൂടെ പോയത്. ഇതുപോലെ ഒരുപാട് പേരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എത്രയാണെങ്കിലും ഇവളെ സ്നേഹിച്ചും കെട്ടിയെന്ന് പറഞ്ഞാൽ ഇവരെ സ്നേഹിച്ച് കെട്ടിയെന്ന് പറഞ്ഞാലും തന്തേം തള്ളയെന്ന് പറയുന്നത് കാണുമായിരിക്കുമല്ലോ മിക്കയിടത്തും. ഇപ്പം ഇങ്ങനെ പ്രണയവിവാഹമായാലും പ്രണയവിവാഹം അല്ലാത്തതാണെങ്കിലുണ്ടല്ലോ മിക്ക വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവർ ആരെങ്കിലും കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഇറങ്ങിപ്പോകുക. ഈ എതിർവശത്ത് നിൽക്കുന്ന ആ ഒരു ആണിൻ്റെ നാണക്കേട്, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. ചിലർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു കൊല്ലത്താന്തോന്നു ഒരു സ്ത്രീയെ അവരുടെ ഭർത്താവ് വെട്ടിക്കൊന്നു. എന്തിനാണ്? അത് വേറൊരുത്തൻ്റെ കൂടെ അവർ പോകാനായിട്ട് നിൽക്കുന്നു. മക്കൾ പറഞ്ഞിട്ട് പോലും കേൾക്കത്തില്ല, ആര് പറഞ്ഞിട്ടും കേൾക്കത്തില്ല. അങ്ങനെ കൂടെ പോയേ പറ്റുമവർക്ക്. അയാൾ ഒരുപാട് ശ്രമിച്ചു. അവർ പോയി കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ വന്നു കഴിഞ്ഞ് ഇവർ തിരിച്ചു വരുന്ന പറയുമ്പോഴത്തേക്ക് ഇവർ പറയുന്ന എല്ലാ തോന്നിവാസങ്ങളും അങ്ങനെ സഹിച്ച് മകൾ പറഞ്ഞ അച്ഛൻ അമ്മയുടെ വെട്ടത്ത് പോലും അച്ഛനെ അമ്മ കണ്ടാൽ അന്നേരെ വീട് വിട്ടിറങ്ങി പോകും എന്ന് പറയും. അതും അദ്ദേഹം ക്ഷമിച്ച് അദ്ദേഹം നോക്കിയിരുന്നു. പക്ഷേ എന്നിട്ടും പറ്റത്തില്ല, അവൻ്റെ കൂടെ പോവുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞാൽ അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവരെ അങ്ങനെ തീർത്ത് കളഞ്ഞത്. അത് എന്നാന്ന് ചോദിച്ചാൽ ചിലതൊക്കെ കയ്യിൽ നിന്ന് വിട്ടു
പോകുമ്പോൾ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അത് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് ഒന്നെങ്കിൽ അവർ സ്വയം തീരും, ഇല്ലെങ്കിൽ അവരെ നഷ്ടപ്പെട്ടു പോകുന്നതിനെ അങ്ങ് തീർത്ത് കളയും. അതാണ് ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യരുത്. ഞാൻ കുഞ്ഞിനെ അത്രയും 8 വർഷം ആ നെഞ്ചിൽ ചൂടേറ്റ് വളർന്ന കുഞ്ഞാണല്ലോ, അത് കുറച്ച് കഴിയുമ്പോൾ ഉറപ്പായിട്ടും തിരിച്ചു വരുമായിരുന്നു. എൻ്റെ അച്ഛൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് അന്നേരമായിരുന്നു അവൾക്കെതിരെ നിന്ന് വെച്ചാൽ കുഞ്ഞിയാളെ തേടി വരുമായിരുന്നു. ഇനി ആ കുഞ്ഞ് എന്തെങ്കിലും തേടി വന്നാൽ അതിൻ്റെ അച്ഛൻ ജീവനോട് ലോകത്തില്ല. അതിൻ്റെ ഒരു അവസ്ഥ ഓർത്ത് നോക്കിക്കേ. എത്രയാണെങ്കിലും ഒരു അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചാലും ഒരപ്പൻ രണ്ടാമത് കല്യാണം കഴിച്ചാലും അപൂർവങ്ങളിലേ ഉള്ളൂ കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിക്കുന്നവരെ കിട്ടുന്നത്. അല്ലാത്തതെല്ലാം ആ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന പോര് മൊത്തം കാണിച്ചിരിക്കും. അത് രണ്ടാനച്ഛനാണെങ്കിലും കാണിച്ചിരിക്കും, രണ്ടാനമ്മയാണെങ്കിലും കാണിച്ചിരിക്കും. അവനവൻ്റെ പെറ്റ തള്ളയും തന്തയും തരുന്ന സ്നേഹം ഒരിടത്തൊന്നും കിട്ടാൻ പോകുന്നില്ല, ഒരിടത്തൊന്നും. ഇപ്പോൾ ഇവളീ പൊക്കി പിടിച്ച് കൊച്ചിനെ കൊണ്ട് പോയിട്ടുണ്ടല്ലോ, അവളിപ്പോൾ അത് വിജയിച്ച മാതിരി പോകുന്നുണ്ടായിരിക്കാം. നാളെ ഒരു ദിവസം ഈ കുഞ്ഞ് ഇവിടെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരു ദിവസം വരും, എൻ്റെ അച്ഛൻ എന്നതാണ് പറ്റിയത്, എൻ്റെ അച്ഛൻ എന്നത്തിനാണ് അമ്മ കളഞ്ഞിട്ട് പോയത് എന്ന് ആ കൊച്ചു ചോദിക്കുന്ന ഒരു ദിവസം വരും. അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ എന്നത്തിനാണ് അമ്മ കൊന്നു കളഞ്ഞെന്ന് കുഞ്ഞ് ചോദിക്കും. അതിനൊരു സംശയവും വേണ്ട. കുറേ കഴിയുമ്പോഴത്തേക്ക്, അതിന് അറിവ് വെക്കുമ്പോഴത്തേക്ക് അത് ഉറപ്പായിട്ടും നിന്നോട് ചോദിച്ചിരിക്കും അങ്ങനെ ഒരു ചോദ്യം. എന്നതുമായിക്കോട്ടെ, ഇവൾക്ക് പോകണമെങ്കിൽ പോകാം, ഇവൾക്ക് പോയി അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുമോ, എന്നെ വേണേലും കാണിക്കട്ടെ. പക്ഷെ കുഞ്ഞിനെ അങ്ങനെ നിന്ന് അകറ്റാതിരിക്കായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം അതുപോലെ സ്നേഹിച്ചതുകൊണ്ടായിരിക്കാം അവർക്ക് നിയമ നടപടിയിലൂടെ കുഞ്ഞിനെ കൈക്കലാക്കേണ്ടി വന്നത്. ചോദിച്ചു കാണും, കുഞ്ഞിനെ തരാമെന്ന് ചോദിച്ചാണ്, തരത്തില്ലെന്ന് പറഞ്ഞു കാണും. അപ്പോൾ അവർക്കത് നിയമത്തിലൂടെ തന്നെ അവർക്കത് കൈക്കലാക്കണമെന്ന് വിചാരിച്ചു കാണും. അതിനായിരിക്കും അവർ നിയമ നടപടിയിലൂടെ പോയത്. എന്നാണെങ്കിലും നമ്മുടെ ഈ കോടതിയാണെങ്കിലും എല്ലാം ഈ സ്ത്രീകൾക്കൊക്കെ ഇത്രയും മുൻഗണന കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിലെ സത്യസന്ധമായിട്ടുള്ള പല കേസുകളും പല രീതിക്കും പോകുന്നത്. ഒരുപാട് നമ്മൾ ആസിഫ് അലിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അതിനകത്ത് കുടുംബക്കോടതിയിൽ ഓരോ അപ്പന്മാർ വന്ന് കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ കൊതിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണിൻ്റെ തള്ളയോ കാണും കൂടെ, കാണിക്കില്ല അവനെ കൊച്ചിനെ, അവനെ ഇങ്ങനെ മാറ്റി നിർത്തിയാൽ അവൻ ഇങ്ങോട്ട് നിൽക്കട്ടെ, അവനെ കുഞ്ഞിനെ കാണിക്കാതെ കുഞ്ഞിനെ പറഞ്ഞ് പേടിപ്പിച്ച് വെക്കും, അപ്പം ഉപദ്രവിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നു. അദ്ദേഹം അനുഭവിക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട്, സ്വന്തം കുഞ്ഞുങ്ങളെ കാണാൻ പറ്റാതെ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് ഒരുപാട് സ്ത്രീകളുണ്ട് ഇങ്ങനെ കാണിക്കുക. കുഞ്ഞുങ്ങളെ പറഞ്ഞ് തിരിപ്പിച്ച് തന്തയ്ക്കെതിരാക്കി വെച്ച് ഈ കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ക്രിമിനലായിട്ട് പിന്നെ വരാൻ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതുങ്ങളെ നാശത്തിലേക്ക് തള്ളി വിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ അതുപോലെ തന്നെയല്ല ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വിവാഹം കഴിക്കുന്നത് ഒരു പുരുഷൻ കല്യാണം കഴിച്ചാൽ പ്രേമിച്ചാണെങ്കിലും അല്ലെങ്കിൽ ആലോചിച്ചാലും കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഒരുപാട് പേരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും കേട്ടോ. ഒരുപാട് പേരുടെ ലൈഫിൽ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് വരുമ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളാക്കി തീരും. പണ്ടുള്ളവർ പറയുന്നത് ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റം എന്ന് പറയുന്ന മാതിരി അത് പെണ്ണിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും, ചിലപ്പോൾ ആണുങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഇവർ ഈ ആത്മാർത്ഥമായിട്ട് എങ്ങനെയെങ്കിലും ഈ ജീവിതം മുന്നോട്ട് ഒന്നിച്ച് കൊണ്ടുപോകണം, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞാലും ചില പെണ്ണുങ്ങൾ നിൽക്കുകയില്ല. അവർക്ക് 100 കാരണങ്ങളായിരിക്കും. അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ വീട്ടുകാരും കാണും. എൻ്റെ മോൾ അങ്ങനെ അനുഭവിച്ച് ഇങ്ങനെ അനുഭവിച്ചാൽ അതാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർത്ത് അവരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ആരും ശ്രമിക്കാറില്ല. എല്ലാവർക്കും ഒരു സെപ്പറേറ്റ് ആയി അത്രയും നല്ലത് എന്നുള്ള രീതിക്കാണ്. പക്ഷേ അതിലേക്ക് ചെന്ന് വീണ് കൊടുക്കുന്നത് ഓരോ പെണ്ണുങ്ങളും ആണുങ്ങളാണ്. അത് ഈ 2 കുടുംബത്തിലെയും ബാധിക്കും. ഇവരുടെ മാനസികമായിട്ടുള്ള മാനസികമായിട്ട് ഇവർ ഒരുപാട് അങ്ങ് തളർന്നു പോകും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആ സമയത്തായിരിക്കും ഏതെങ്കിലും ഒരെണ്ണം വന്ന് നുഴഞ്ഞങ്ങോട്ട് കയറുന്നത്. ആ നുഴഞ്ഞു വന്നങ്ങോട്ട് കയറും കൂടി ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവരുടെ അകലം കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ കുറേ കഴിയുമ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത്, വേണ്ടിയിരുന്നില്ല, ഒന്നിച്ച് ജീവിക്കേണ്ടതായിരുന്നു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്നൊന്ന് തിരിച്ച് വന്നിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയായിരുന്നേ, എനിക്കിനി മുന്നിൽ ഇനി ജീവിതകാലം മൊത്തം ഈ ഒരു സ്ത്രീക്ക് മനസ്സമാധാനം കിട്ടും. എത്രയുള്ള അവരറിയാതിരിക്കത്തില്ല, അവരറിയുക തന്നെ ചെയ്യും. കുറേ കഴിയുമ്പോഴത്തേക്ക് ഇവളിരുന്ന് ചിന്തിച്ച് തുടങ്ങും. കുറേ കഴിയുമ്പോഴത്തേക്ക് ഇവൾ ചിന്തിച്ച് തുടങ്ങും. ആ കുഞ്ഞിനെ കാണുമ്പോഴെല്ലാം ഓർക്കത്തില്ല അദ്ദേഹത്തിൻ്റെ മുഖം. ഇനി ഇവൾക്ക് പോയി ജീവിക്കണമെങ്കിൽ ജീവിക്കായിരുന്നു. ആ മനുഷ്യൻ ആ കുഞ്ഞിനെയും കൊണ്ട് എവിടെ ജീവിച്ചോളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും പ്രായം ചെന്നെന്ന് പറഞ്ഞു. അവരുടെ മാനസികാവസ്ഥ ഓർത്ത് നോക്കി, അപ്പനും അമ്മയും ജീവിച്ചിരിക്കുക, മക്കൾ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണത്. അത് ഒരു മനുഷ്യർക്ക് മരണം വരെ അവർക്ക് താങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മൾ കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ഉള്ളി വേദനയാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾ, ഭർത്താവ് അങ്ങനെ ഒരു ലോകത്തേക്ക് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളത് മറന്നു തുടങ്ങും പതിയെ. പക്ഷേ ഒരു അപ്പനും അമ്മയും അങ്ങനെയല്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മക്കൾ നഷ്ടപ്പെട്ടു പോയാൽ മരണം വരെ അവർ ഓർത്തിരിക്കും. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു പയ്യൻ, അത് ആലോചിച്ച് നടത്തിയ കല്യാണമാണ് കേട്ടോ, ആലോചിച്ച് നടത്തിയ കല്യാണമാണ്, അല്ലാതെ വേറൊന്നും അല്ലായിരുന്നു. ആലോചിച്ച് നടത്തിയ കല്യാണത്തിന് വന്നപ്പോൾ അപ്പനെയും അമ്മയും വേണ്ട, പിടിച്ച് വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പനെയും അമ്മയും വേണ്ട, എനിക്ക് അവരുടെ വീട്ടിൽ പോയി താമസിക്കണം, അവരുടെ അമ്മയുടെ കൂടെ പോകണം, എൻ്റെ അമ്മയുടെ കൂടെ പോകാം, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളായി. ലാസ്റ്റ് പുള്ളിക്കാരൻ പറഞ്ഞത്, നീ അവിടെ നിന്നു, ഞാൻ ഒന്നിനും ശല്യത്തിന് വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് അധികം നാൾ പോലും ആയില്ല. അവിടെ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കാം, മോളെ നീ ജീവിക്കേണ്ട അവിടെയാണ്, നിൻ്റെ അപ്പനും അമ്മ ഇനി അതാണ്, നീ അവരുടെ കൂടെ തന്നെ വേണം ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു വിടാതെ അവർ മകളെ പിടിച്ച് കീഴോട്ടിരുത്തി. ഇവിടെ ഇരുന്ന മക്കൾ പോകണ്ട, അമ്മയുടെ കൂടെ നിന്നു, അവനെ നമുക്ക് ഇവിടെ വരുത്താമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പയ്യൻ അങ്ങോട്ടും പോയില്ല. ഇവർക്കിടയിൽ അകൽച്ച കൂടി വരികയും ചെയ്തു. പക്ഷേ ഈ ചെറുക്കന് പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ചെറുക്കൻ ഇനി ഒരു ജീവിതത്തിൽ ഒരു കല്യാണവും ഇല്ല എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ബന്ധം കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലാതെ വന്നവൾ 6 ലക്ഷം രൂപ, നമ്മുടെ നിയമത്തിൻ്റെ പോക്ക് നോക്കിയാണ്, നമ്മുടെ നിയമത്തിൻ്റെ ഒന്നുമില്ലാതെ വന്നവർക്ക് ലാസ്റ്റ് 6 ലക്ഷം രൂപ ചെറുക്കൻ കൊടുക്കേണ്ടി വന്നു. അവൾ നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചു. നമ്മുടെ നിയമം അങ്ങനെയാണ്, സ്ത്രീകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്, സ്ത്രീകൾ പറയുന്നത് വിശ്വസിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നറിയാം, കുറേ നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും ഇത് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെയുള്ളവരൊക്കെ സാമർത്ഥ്യം കാണിച്ച് അവർ മെഡിക്കലായിട്ടങ്ങ് പോവുകയും ചെയ്യും.
എന്നിട്ട് ആ പയ്യൻ ആ പൈസയും കൊടുത്ത് ഈ പെണ്ണുമായിട്ട് ബന്ധവും ഏർപ്പെടുത്തി എല്ലാ ഇടപാടുകളും തീർത്ത് കഴിപ്പിക്കുന്നുണ്ടല്ലോ, ആ പയ്യൻ അറ്റാക്ക് വന്നു. അവൻ എത്രമാത്രം ഉള്ളിലെ വിഷമം കൊണ്ട് നടന്നിട്ടാണ് ആ വയ്യാഴിക വന്നതെന്ന് ഓർക്കണം. ആ അറ്റാക്ക് വന്നു, ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, അതിൻ്റെ അടുത്ത ദിവസം ആൾ പോവുകയും ചെയ്തു ഈ ലോകത്തുനിന്ന്. അന്നേരം അവൾ കരച്ചിൽ തുടങ്ങി, പിഴിച്ചിൽ തുടങ്ങി, അവൾക്ക് കാണണം. അതുവരെ അവൾക്ക് വേണ്ടായിരുന്നു, ആ വീടും വീട്ടുകാരും വേണ്ടായിരുന്നു. അപ്പം അമ്മയും പറഞ്ഞു വേണ്ട, ഇങ്ങോട്ട് ഇനി വരണ്ടെന്ന് പറഞ്ഞു. കാര്യം എന്നു വെച്ചാൽ അവരുടെ മകൻ മരിക്കാൻ കാരണം ഈ ഒരു പെണ്ണാണ്. പിന്നെ അവരുടെ വീട്ടിൽ അവർ സീരിക്കും, ബന്ധം ഒഴിഞ്ഞു, യാതൊരു ബന്ധവും ഇല്ല, ആ വഴിക്ക് പൊക്കോട്ടെ എന്ന് അവർ വിചാരിച്ചു. അതാണ് പറയുന്നത്. ഈ കൂടുതലും ഉണ്ടല്ലോ ഈ ആണുങ്ങൾക്കാണ്, സ്ത്രീകൾക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല, സ്ത്രീകൾക്കുണ്ട്, വിഷമങ്ങളുണ്ട്. പക്ഷേ സ്ത്രീകളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കരഞ്ഞ് കുറേ നമ്മുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ തീർക്കും. ഈ പുരുഷന്മാർ കഴിവ് മിക്കവരും കരയുകയില്ല. അവരുടെ സങ്കടങ്ങൾ അവരിങ്ങനെ ഉള്ളിലൊതുക്കി നടക്കത്തുള്ളൂ. അവർ പുറത്തോട്ട് ആരോടും ഷെയറും ചെയ്യത്തില്ല. ചിലർക്ക് നാണക്കേടാണ്. ഇപ്പോൾ ഇദ്ദേഹം തന്നെയാണെങ്കിലും സ്വന്തം ഭാര്യ വേറൊരുത്തിലൂടെ പോയെന്ന് ആരോടാണ് പറയുന്നത്, എങ്ങനെയാണ് പറയുന്നത്? കേൾക്കുന്ന വിചാരിക്കുന്നതിന് നിൻ്റെ കഴിവില്ലായ്മ കൊണ്ട് പോയി എന്നൊരു മൈൻഡിലേ വരത്തുള്ളൂ. അപ്പം അതും പുള്ളി അനങ്ങാതെ ഉള്ളിലൊതുക്കി ആ ഒരു സങ്കടങ്ങളും വെച്ച് ഈ ഒരു കുഞ്ഞിനെ ഓർത്ത് മാത്രമായിരിക്കും മുന്നോട്ട് ജീവിച്ചത്. ഈ ലോകത്ത് ഇനി കുഞ്ഞ് മാത്രമേ ഉള്ളൂ, അതിനുവേണ്ടി ഞാൻ ജീവിക്കണം, അവൾ അവിടെ വഴിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു കാണും. എന്നിട്ടും ഒക്കെ സമാധാനമായില്ല. അങ്ങനെ ജീവിതത്തിൽ നിന്ന് പോയിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചെന്ന് ഓർക്കണം. പ്രണയിച്ച്, ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന അങ്ങേര്, ആ കൊണ്ടുവന്ന അങ്ങേർക്കിട്ടാണ് പുള്ളി ഇത്രയും നല്ലൊരു പണി കൊടുത്തത്. എന്നിട്ടും ഒക്കെ മതിയായിട്ട് ആ കൊച്ചിനെയും കൂടെ അദ്ദേഹത്തിൻ്റെ നിന്ന് പിടിച്ച് മേടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് എന്നാ പറ്റി? അതിനെ കൊണ്ടുപോയി കൊടുത്ത് വിട്ടപ്പോൾ തന്നെ അദ്ദേഹം ഈ ലോകത്തുനിന്ന് പോയില്ല. ഇനി അവൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ, ഇനി അവൾക്ക് ആരുടെ അടുത്തൊന്നും ചോദിക്കാനും പറയാനും ചെല്ലേണ്ട കാര്യമില്ലല്ലോ. കുഞ്ഞിനെ അവകാശം പറഞ്ഞ് ആരും വരാനും പോകുന്നില്ല. ആ അപ്പനും അമ്മയും കൂടെ അവരുടെ കാലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ വളർത്തിക്കുക. ആ കുഞ്ഞിനെ ഇനി എങ്ങനെ വളർത്തുന്നതെന്നും കൂടെ ഒന്ന് കാണാം. ഒരു 2 അനസിൻ്റെ കീഴിൽ വളരുമ്പോഴത്തേക്ക് അതിന് ഒരുപാട് പ്രശ്നങ്ങൾ. ഒരു കാര്യം ഇത്രയും മുതിർന്നൊരു കുഞ്ഞും കൂടെ ആകുമ്പോഴത്തേക്ക് അത്ര വിശാല മനസ്സുള്ളവനായിരുന്നെങ്കിൽ, അവനൊരു മനസാക്ഷി ഉള്ളവനായിരുന്നെങ്കിൽ ഈ ഒരിക്കലും ഇങ്ങനെ കയ്യിൽ നിന്ന് ഇവിടെ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയില്ല, ഒരിക്കലും പോവുകയില്ല. കാര്യം നാട്ടിൽ അവർക്കൊരു ഭർത്താവും ഒരു കുഞ്ഞും കാത്തിരിപ്പുണ്ടെന്ന് ഉള്ള ഒരുത്തനാണെങ്കിൽ, അങ്ങനെ ഒരു ബോധമുള്ള ഒരുത്തനാണെങ്കിൽ ഒരിക്കലും അവരുടെ അടുത്തുനിന്ന് അവരെ പിടിച്ചുകൊണ്ട് പോകുകയില്ല. ഇനി അതുതന്നെ അവർക്ക് അങ്ങനെ ഒരു പ്രണയം തോന്നിയാൽ പോലും പറഞ്ഞിരുന്നു, നിനക്കൊരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അത് നീ ഒരിക്കലും മറക്കരുത് എന്നും വേണ്ടി അവരെ തിരിച്ചു കൊടുത്തില്ലായിരുന്നു. പക്ഷേ അവൻ്റെ സ്വാർത്ഥതയ്ക്ക് അവളെ കൂടെ കൂട്ടി, അവരൊന്നിച്ച് ജീവിതവും തുടങ്ങി. ഇനിയിപ്പോൾ ഇത് കുറേ കഴിയുമ്പോഴത്തേക്ക് ആ കുഞ്ഞിനെ അപ്പോൾ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കുറേ കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്ക് ഈ കുഞ്ഞിന് അധികപ്പറ്റാകും. അതൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് ഇവൻ്റെ ചവിട്ടും തൊഴികളും മേടിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ചിന്തിക്കുന്നത് ഇത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. എന്നതാണേലും ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ നിങ്ങൾ നോക്കിയേ എത്ര നിഷ്കളങ്കമായിട്ട് അങ്ങനെ ചിരിക്കുന്നതെന്നറിയാം, എത്ര നിഷ്കളങ്കമായിട്ട്. നമുക്കിത് ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും കേട്ടോ. ആ ഒരു ചിരിയും നോട്ടവും നിപ്പും ഒക്കെ കാണുമ്പോഴത്തേക്ക്. കാര്യം എത്രമാത്രം അദ്ദേഹം അവരെ ആ ഉള്ളിൽ മുഴുവൻ ആ സങ്കടങ്ങളെല്ലാം ഒതുക്കിയല്ലേ അദ്ദേഹം ആ ചിരിച്ച മുതലോട്ട് നിൽക്കുന്നത്, അല്ലേ? ആ ചിരിച്ച് കളിച്ച് നിൽക്കുന്നത് ഉള്ളിൽ എത്രമാത്രം വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാന്ന് ഓർത്ത് നോക്കി. നമുക്കിപ്പോൾ ഒരു സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മൾ എത്ര പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കൂടെയുള്ള ഒരാൾ ഒരു നിമിഷം നമ്മുടെ അടുത്തുനിന്ന് അകന്ന് പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ചിലപ്പോൾ നമ്മളെ തല്ലുന്നവനായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഭാര്യ എന്ന് പറഞ്ഞ ഒരു സമാധാനം കൊടുക്കാത്തതുമായിരിക്കും. പക്ഷേ അവർ അടുത്തുനിന്ന് പോകുന്നു എന്നറിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളിലൊരു പിടച്ചിലായിരിക്കും. അത് ഭാര്യയും ഭർത്താവായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു കാര്യമാണ്. പക്ഷേ സ്നേഹം കൂടെ വേണം, എന്നാലേ അങ്ങനെ തോന്നുള്ളൂ. സ്നേഹമില്ലാതെ ഒരാൾ പോകണമെന്ന് വിചാരിച്ചാൽ പോകുക തന്നെ ചെയ്യും. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഫേസ്ബുക്കിൽ കുറേ കണ്ടിട്ട്, അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ഈ ഒത്തിരി ബസ്സുകാരൊക്കെ റീലൊക്കെ കാണും, അതായിരിക്കും എന്ന് വിചാരിച്ചത്. ഇപ്പം ഞാൻ അതിൽ ഓർക്കും ചെയ്ത് നല്ലൊരു ചെറുക്കനാണല്ലോ, നല്ല രസമുണ്ടല്ലോ, ഇതിൻ്റെ നോട്ടമൊക്കെ ഇങ്ങനെ ഓർത്ത് കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ ഇങ്ങനെ എടുത്തപ്പോഴാണ് ആദരാഞ്ജലി വന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇപ്പം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കൊക്കെ അസുഖങ്ങൾ പെട്ടെന്ന് വരുന്ന അസുഖങ്ങളാണ്, നിൽക്കുന്ന നിപ്പിലാണ് ചിലപ്പോൾ ആൾ കുഴഞ്ഞു വീണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി അങ്ങനെ വല്ല പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് എടുത്തപ്പോഴാണ് കഥ ഇതാന്ന് അറിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് വിഷമം തോന്നി. നമുക്കിപ്പോൾ ഒരു അസുഖം വന്ന ഒരാൾ പോകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു അസുഖമുണ്ട്. ഇതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് ആയുസെത്താതെ പോകുക എന്ന് പറയും. സ്വയം ജീവിതം അവസാനിപ്പിച്ച് അതുപോലെ വിഷമങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. എന്നാണേലും അപ്പനും അമ്മയ്ക്കും പോയി. പക്ഷേ പ്രായമായ അപ്പൻ ഇങ്ങനെയുള്ളവരൊക്കെ, ഇങ്ങനെയുള്ളവരൊക്കെ എടുത്തുണ്ടല്ലോ ഈ പുരുഷന്മാർ തോറ്റ് കൊടുക്കരുത്. ഇങ്ങനെയുള്ളവന്മാരുടെയൊക്കെ എടുത്ത് മറ്റൊരു വിവാഹം കഴിച്ചുകൊണ്ടല്ലോ നല്ല അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കണം. ജീവിതം എന്നാന്ന് ഇവിടെയൊക്കെ കാണിച്ചു കൊടുക്കണം. ഇവിടെയൊക്കെ മുന്നിൽ കൂടെ വേണം വേറൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് കൊണ്ടു നടക്കണം. അത് കാണുമ്പം ഇവർക്കൊക്കെ നോക്കണം. അതേ ഇവിടെ ഇതിനേക്കുള്ളൊരു പ്രതികാരം എന്ന് പറയുന്നത്. അല്ലാതെ ഈ മരണമല്ല. മരണമാകുമ്പോഴത്തേക്ക് അവർക്ക് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പോയി, അവർ തീർന്നു, അവരുടെ ലോകത്തേക്ക് അവർക്ക് തിരിഞ്ഞു. പിന്നെ ആർക്കാ പോകുന്നത്? ആ അപ്പനും അമ്മയ്ക്കും മാത്രമാണ് മരണം വരെ അവരുടെ ഉള്ളിലാണ് തീയായിട്ടുള്ളത്. സത്യം പറയാൻ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, ഒരുപാട് പെണ്ണുങ്ങളുണ്ട് ഇങ്ങനെ ഈ കൂടെ ജീവിക്കുന്നവരെ മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരുപാട് അവരെ കളഞ്ഞിച്ച് പോവുക. അവർ കളഞ്ഞിച്ച് പോവുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമാണ്. അവർക്കൊരു പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടിയാണ് ഒരു ബന്ധത്തിൽ നിന്നൊക്കെ അവർ ഇറങ്ങി പോകുക എന്ന് പറയുന്നത്. അതിന് ഒരുപാട് വീട്ടുകാർ സപ്പോർട്ട് നിൽക്കുന്ന വീട്ടുകാരും ഉണ്ട് കേട്ടോ, ഒരുപാട് വീട്ടുകാർ. ചിലപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാരായിരിക്കും, ചിലപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരായിരിക്കും. പക്ഷേ ഇവരൊന്നും ചിന്തിക്കുന്നില്ല, ഇവരൊക്കെ ലൈഫ് ഇവിടെ തീരുവാണ്. ഇവരൊക്കെ പിന്നെ ഇനി ഇവരെ എവിടെ ചെന്നായിരിക്കും ഇവർക്ക് സ്വസ്ഥത സമാധാനത്തൊന്നും ജീവിക്കുക. എത്രയാണെങ്കിലും ഒരാളുടെ കൂടെ ഒരു ആഴ്ചയെങ്കിലും ജീവിച്ചുള്ളവരുണ്ടല്ലോ, എവിടെ ചെന്നാലും ഒരിക്കലും അവരെ മറക്കത്തില്ല. അതൊരു പെണ്ണാണേലും ഒരാണാണേലും. ഞാൻ മറക്കും എടുക്കും, നിങ്ങളെ ഞാൻ ഓർക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. പക്ഷേങ്കിൽ അവർക്ക് എപ്പോഴെങ്കിലും അവർ ഇരിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് അറിയാതെ ആ ഒരു ചിരിയും അവരുടെ സംസാരവും മനസ്സിലേക്ക് കടന്നു വരും. അത് സംശയമില്ലാത്ത കാര്യമാണ്. എടുത്ത് ചാടി ഓരോന്നും ചെയ്തേച്ച് കുറേ കഴിയുമ്പോഴത്തേക്ക് കൈയും കാലോട്ട് അടിക്കാൻ തുടങ്ങും.
പക്ഷെ ആ കുഞ്ഞിൻ്റെ ജീവിതം അത് നല്ലതായിരിക്കണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. കാര്യം അതിനെ പൊന്നുപോലെ വളർത്തിയതാണ് തന്ത. പൊന്നുപോലെ വളർത്തിയ കുഞ്ഞിനെ അവൾ കൊണ്ടുപോയി നരകത്തിലേക്ക് ആക്കാതിരുന്നാൽ മതിയായിരുന്നു. ഒരിക്കൽ ആ കുഞ്ഞ് നിന്നോട് മുഖത്തേക്ക് ചോദിക്കുന്നൊരു ദിവസം വരും. അന്ന് പറയാനുള്ള ഉത്തരം നീ തന്നെ കണ്ടുവച്ചു. എന്നാണ് ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി കേട്ടോ. ഒരുപാട് നമ്മുടെ ഈ നിയമവും കാര്യങ്ങളും എല്ലാം സ്ത്രീകൾക്ക് അനുകൂലമാകുന്നുണ്ട്. വരുന്ന ഒരുപാട് ഇതുപോലുള്ള അപ്പന്മാർ വേദന അനുഭവിക്കുന്ന ഒരുപാട് അപ്പന്മാരുണ്ട്. സ്വന്തം കുഞ്ഞുങ്ങളെ ഒന്നും കാണാൻ പറ്റാതെ അവരോടൊന്ന് വഴിയിൽ നിന്നും അവരോട് സംസാരിച്ച് പോകുന്ന അപ്പന്മാരുണ്ട്. ഈ പ്രശ്നങ്ങളില്ലാത്ത വീടൊന്നുമില്ല, എല്ലാ വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കുറച്ചൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അപ്പോൾ പറയും ജീവിതം എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണില്ല. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളെ ഒരു മനുഷ്യൻ കുറേ കഴിയുമ്പോഴത്തേക്ക് കുറച്ചാൾ കഴിയുമ്പോഴെങ്കിലും അവരുടെ മനസ്സിൽ മാറ്റം വരും. ഇല്ലെങ്കിൽ നമ്മൾ വളർത്തിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ നമുക്ക് തുണയായിട്ട് എന്നും കാണും. ഇത് അങ്ങനെ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോരോ പ്രശ്നം ഇതുപോലെ തന്നെ ഇതുപോലെ പാമ്പിടി ചെറുക്കന്മാർക്കൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലും വരുന്നത്. ഒരുപാട് പാവമായാലും ഉണ്ടല്ലോ പണി കിട്ടിക്കൊണ്ടിരിക്കും. അത് പെണ്ണായാലും ആണായാലും. ഒരു പെണ്ണ് പാവമായാലും അതിനിട്ടും കിട്ടും, ഒരാണ് പാവമായാലും അതിനിട്ടും കിട്ടും. അതാണ് നമ്മുടെ ഈ സമൂഹം എന്ന് പറയുന്നത്. എന്നാണേലും ആ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ, ആ കുഞ്ഞിന് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ, അത്രേ പ്രാർത്ഥിക്കത്തുള്ളൂ. എന്നാണേലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. ഈ സംഭവത്തിന് നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ആണോ ഇത്, നിങ്ങൾ കണ്ടിട്ടുള്ള ആളാണോ ഇത്, അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്. എന്താണേലും ഒരേ സ്ഥലത്തിൽ എല്ലാവരും പറയത്തില്ലല്ലോ ഇത് പാവമാണ്, ഇതാണ് പ്രശ്നം ഒരേ സ്വരത്തിൽ ആരും പറയത്തില്ല. പക്ഷേ ഇതെല്ലാവരും ഒരേ സ്വരത്തിലാണ് പറയുന്നത്, പാവമാണെന്നുള്ളത്. സത്യത്തിൽ കോടതി എന്ത് നീതിയാണ് ഇവിടെ നടപ്പിലാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം 8 വർഷം ആ മനുഷ്യൻ അവൾക്ക് അത്രയും നല്ല കുഞ്ഞിനെ വേണ്ടായിരുന്നു, അതിനെ കൊണ്ടു നടന്നു. എന്നിട്ട് 8 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർ വന്ന് കൊണ്ടുപോയി. എന്ത് നീതിയാണ് ഇവിടെ കിട്ടുന്നത്? സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണനയാണ്. പക്ഷേ അങ്ങനെയുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാറേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെയുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാറി ആർക്കാണോ നീതി കിട്ടേണ്ടത് അവർക്ക് നീതി കൊടുക്കുക. കാര്യം സ്ത്രീകൾ തന്നെയാണ് പുരുഷന്മാർക്കൊപ്പം വേണമെന്ന് പറഞ്ഞിട്ട് നീ വെള്ളം വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർക്കായിട്ട് എന്നത്തിനാണ് ഒരു നിയമവും കാര്യങ്ങളും അവർക്ക് മുൻഗണന കൊടുക്കുന്ന എന്നത്തിനാണ്. അവർക്ക് മുൻഗണന കൊടുക്കാതെ എതിർ ഭാഗത്ത് നിൽക്കുന്ന പുരുഷന് പറയാനുള്ളത് എന്നാന്നും കൂടെ കേൾക്കാനുള്ളൊരു മനസ്സ് കോടതിയിൽ നിന്നുണ്ടാകുക. അതൊക്കെ ഉള്ളതിന് നമുക്ക് പറയാം. എന്നെ അത് കണ്ടപ്പോഴത്തേക്കുണ്ട്, നമ്മൾ വലിയ ലെങ്തായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ച വീഡിയോ ഒന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോഴത്തേക്ക് പറയണമെന്ന് തോന്നി. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടുമായിരിക്കും, ചിലർക്ക് ഇഷ്ടപ്പെടാതെയും വരാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാനോ ഒരുപാടർക്കൊന്നും ആഗ്രഹമില്ല. എല്ലാവർക്കും രേണുസുതി എങ്ങോട്ട് തിരിഞ്ഞു, രേണുസുതി എവിടെ പോയി, ബിഷപ്പ് എന്നാ കാണിച്ചു, ഇതൊക്കെ കേൾക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ. നമ്മൾ അങ്ങനത്തെ വീഡിയോ ഇട്ടാൽ മാത്രം ആൾക്കാർ അതിന് വ്യൂ ഉണ്ടാകുക, അത് കാണാൻ ആൾക്കാരുണ്ടാകുക. അതിൽ കുറച്ച് പേര് വന്നേച്ച് പറയും നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, നിങ്ങൾ എന്നെ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിക്കും. പക്ഷേ ആ ചോദിക്കുന്നതൊന്ന് ചിന്തിച്ച് നോക്കുക, അല്ലാത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന നിങ്ങൾ പോലും കാണാനായിട്ട് കൂട്ടാക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ പിന്നെ നമ്മൾ എത്ര ദിവസം നമ്മളിങ്ങനെ വീഡിയോ നമ്മളൊരു കാര്യം കഷ്ടപ്പെട്ട് അത് ഇത്രയും വീഡിയോ എടുത്ത് ചെയ്ത് കൊണ്ടുവരുന്നത് കാണാൻ ആളില്ലാതെ വരും. കാണാൻ ആളുള്ള വീഡിയോസ് നമ്മൾ എടുത്ത് പോകുന്നതാണ്. അപ്പം ആ പറയുന്നവരൊക്കെ തന്നെ ഈ വീഡിയോസും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. എന്നാണേലും ഞാൻ എൻ്റെ ചാനലിനകത്ത് എനിക്ക് കാണാൻ തോന്നുന്നില്ല ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സമൂഹത്തിലേക്ക് കൊണ്ടുവരണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ എടുക്കുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്നാണേലും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം.